എടാ ജെറോമേ, എടാ ജെറോമേ, എന്നാപ്പാ എന്നെ വിളിച്ചേ? ഈ ചക്കയൊന്ന് പിടിച്ചൊന്ന് കണ്ടിക്കട്ടെ. എന്നോടോ? ഇതേ നിലത്തോണം ശരിയാകത്തില്ല, നാളെ ദുബായിക്ക് ഉണ്ടാവുള്ള. കഴിഞ്ഞ തവണ ചേനയും കപ്പയൊക്കെ അല്ലായിരുന്നു, ഇതെന്തിനാ എല്ലാം കൂടെ അങ്ങോട്ട് ചുമന്നുകൊണ്ട് പോകുന്നത്? ഡാവൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാച്ചില്ല, നീ ഒന്ന് പിടിച്ചേ. എനിക്ക് പറ്റില്ലപ്പാ, എൻ്റെ കൈ കറ പറ്റും. വേണം അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ വിളിച്ചോ. അയ്യേ, ഇതെന്നാപ്പാ, അപ്പൻ്റെ ദേഹം മുഴുവൻ അഴുക്കായില്ലേ? പണ്ട് നമ്മുടെ വീടിൻ്റെ സ്ഥലത്ത് എത്ര പ്ലാവുണ്ടായിരുന്നു അറിയാമോ? 8 വരിക്കപ്ലാവുണ്ടായിരുന്നു. ഞങ്ങൾ ആണും പെണ്ണുമായിട്ട് 8 മക്കളാണെന്ന് നിനക്കറിയാലോ. ഓരോരുത്തർക്ക് ഓരോ പ്ലാവുണ്ടായിരുന്നു. ഒരു സീസൺ മുഴുവൻ ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നത് ഈ പ്ലാവ് കൊണ്ടായിരുന്നു. അപ്പച്ചനും അമ്മച്ചിക്കും മക്കൾ 16 അറിയാവോ? ഒന്ന് നിർത്തപ്പാ, അപ്പൻ്റെ ഒരു നിശ്ചു. അതെ, നിനക്കൊന്നും ഇതിൻ്റെ ഗുണം അറിയില്ല. നീ ഇപ്പോൾ ഈ കഴിക്കുന്ന സാധനം ഉണ്ടല്ലോ, നിനക്കറിയാതെ ജങ്ക് ഫുഡാണെന്ന്. അത് കഴിച്ചാൽ ദോഷം ഉണ്ടാവുമെന്നും അറിയാം. എന്നാലും നീ അത് വാങ്ങിച്ചു. എടാ മോനെ, ഇത് ഗൾഫിൽ കൊണ്ടുപോയി മുറിച്ച് ഇതിനകത്ത് നിന്ന് ഒരു ചുളയെടുത്ത് തിന്നുന്നതേ വിശപ്പ് മാറാൻ വേണ്ടി മാത്രമല്ല. എവിടെയോ മറിഞ്ഞിരിക്കുന്ന ചില നല്ല ഓർമ്മകൾ മനസ്സിലോട്ട് വരും. എത്ര സുന്ദരമായ ഓർമ്മകളാണെന്ന് അറിയാമോ? അപ്പച്ചനും അമ്മച്ചിയും കുട്ടികളും എല്ലാം വട്ടം കൂടിയിരുന്ന് ചക്ക വെട്ടി കൊടുക്കും. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കൂട്ടായ്മയും സ്നേഹവും ഒക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു. അതിന് കാരണം ശരിക്കും ഇവൻ തന്നെയാണ്. അറിയോ നിനക്ക്? ജെറോമേ, ഞാൻ ഇറങ്ങുവാണേ. ജെറോമേ, മമ്മയുടെ അടുത്ത് നിന്നിട്ട് വിളിക്കാം കേട്ടോ. അമ്മച്ചി, ഞാൻ ഇറങ്ങുവാണേ. ജെറോമേ, എടാ മോനെ, ഇത് ഗൾഫിൽ കൊണ്ടുപോയി മുറിച്ച് ഇതിനകത്ത് നിന്നൊരു ചുളയെടുത്ത് തിന്നുന്നതേ വിശപ്പ് മാറാൻ വേണ്ടി മാത്രമല്ല. എവിടെയോ മറിഞ്ഞിരിക്കുന്ന ചില നല്ല ഓർമ്മകൾ മനസ്സിലോട്ട് വരും. എത്ര സുന്ദരമായ ഓർമ്മകളെന്ന് അറിയാമോ? അപ്പച്ചനും അമ്മച്ചിയും കുട്ടികളും എല്ലാം വട്ടം കൂടിയിരുന്ന് ചക്ക വെട്ടി കൊടുക്കും. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കൂട്ടായ്മയും സ്നേഹവും ഒക്കെ ഉണ്ടായത് ഇവൻ കാരണം കൊണ്ടാണ്.